ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പിന്റെ അകത്താണ്. ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഫോട്ടോ സ്റ്റുഡിയോ ആണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ സ്പേസിൽ നമ്മൾ ഒരു ഗിഫ്റ്റ് ഷോപ്പ്, അതായത് ക്രാഫ്റ്റോട് കൂടിയ ഒരു ഗിഫ്റ്റ് ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സ്ഥാപനം, അതായത് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി നമ്മൾ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് നല്ലൊരു ഇൻകം ഞാനിത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനിത് കുറച്ചും കൂടി വൈഡ് ആക്കാനുള്ള പരിപാടി, അതായത് നമ്മളിപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഒരു പരിപാടിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്താ അറിയോ, നമ്മുടെ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളൊരു ആഡ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഒരുപാട് എൻക്വയറീസ് വരും. അപ്പൊ അതിൽ തന്നെ ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ PM വന്ന് ചോദിച്ചിട്ട് ചെയ്യാന്നുള്ളതും ഏത് രീതിയിൽ ചെയ്താലാണ് ബിസിനസ് വരുന്നത്. കാരണം ഞങ്ങളൊക്കെ ഇതുപോലെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്, അതുപോലെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി നമ്മൾ ചെറിയ ഷോപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോലും നമുക്ക് ബിസിനസ് വരുന്നില്ല. അതുപോലെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഐഡിയ, അതൊക്കെ ഒന്ന് പറഞ്ഞു തരും നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളത് നോക്കി വെക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് പഴയ കാലഘട്ടത്തിലല്ല, ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലാണ്. അപ്പൊ അവർക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കലാണ് നമ്മൾ ആവശ്യം. അല്ലാന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് പോകും, നമ്മളെ ബിസിനസ് അങ്ങനെ ഇരിക്കും, പൊടി പിടിച്ചിരിക്കും. അതായത് ഇപ്പൊ ട്രെൻഡി ആയിട്ടുള്ള ഗിഫ്റ്റാണ് ആളുകൾക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ കാലം മാറി. ഇപ്പൊ എല്ലാവരും, അതായത് ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫിന് എല്ലാവരും ഗിഫ്റ്റ് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേക്കായാലും ആനിവേഴ്സറിക്കായാലും മദേഴ്സ് ഡേ, അങ്ങനെ ഏതൊക്കെ സ്പെഷ്യൽ ഡേ ഉണ്ടോ അതിനൊക്കെ ആളുകൾ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ടത്തെ പോലത്തെ ഗിഫ്റ്റ് കാര്യങ്ങളൊന്നുമല്ല. അതിന്റെയൊക്കെ ഒരു എന്താ പറയാ, ചിന്തകൾ മാറിപ്പോയി, ആളുകൾ മാറിപ്പോയി. എന്ന് വെച്ചാൽ പഴയ ആ ഒരു സംഭവമേ അല്ല. ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരാണ്. അവര് വെസ്റ്റേൺ കൾച്ചർ നമ്മളെ ഇവിടോട്ട് കൊണ്ടുവന്ന് ആ ഒരു സ്റ്റൈലുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ആളുകൾക്ക് ആവശ്യമുള്ളൂ. കാരണം വെച്ചാൽ ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, ഒരു ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും കണ്ടിട്ട് അവർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറയും, ചേട്ടാ ഈ ഒരു മോഡൽ ഇവിടെ ഉണ്ടോ, കിട്ടുമോ? അപ്പൊ നമ്മൾ ഓക്കെ നോക്കിയിട്ട് പറയും, ഓക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യണം. അതല്ല എങ്കിലും ഈ ഫീൽഡിൽ പിടിച്ചിക്കാൻ പറ്റില്ല, ഔട്ടായി പോകും. കാരണം ആ പണ്ടത്തെ ആ ഗിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് സംഭവമേ ഔട്ടായി പോയി. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ഈ ഒരു പരിപാടിക്ക് ആവശ്യമാണ്. അതായത് ഇപ്പൊ ഒരു സാധാരണ ഒരാൾ ആണ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറയുന്നത്, ഇപ്പൊ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ക്യാഷുള്ള ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് തോന്നും, കാരണം ഇത് ട്രെൻഡിങ് ബിസിനസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും അധികമൊന്നും ഇല്ല, പക്ഷെ ഉള്ള സ്ഥലങ്ങളൊക്കെ നല്ല എന്തെങ്കിലും ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ കൂടുതൽ ഇതിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവരൊക്കെ ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം അതിനുള്ളൊരു ഓട്ടത്തിലാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതിലോട്ട് വരുന്ന ആളുകൾ വെറുതെ നിങ്ങൾ ക്യാഷ് കളയാൻ പാടില്ല. വെച്ചാൽ നിങ്ങൾ ക്രിയേറ്റീവ് ആയുള്ള മൈൻഡ് ഉണ്ടോ എങ്കിലും ഈ ബിസിനസ്സിലോട്ട് വന്നോ, നല്ലൊരു ഇൻകം ഉണ്ടാക്കാം. റെഡിമെയ്ഡ് ഗിഫ്റ്റുകളുടെ കാലം കഴിഞ്ഞു. ഇപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റുകളാണ് ആൾക്കാർക്ക് ആവശ്യമുള്ളൂ. എന്ന് വെച്ചാല് ഗിഫ്റ്റ് ഒക്കെ പഴയ തന്നെയാണ്, അത് വേറെ സ്റ്റൈലിലോട്ട് വന്നു. അതിന്റെ ഒരു റാപ്പിങ്ങും കാര്യങ്ങളും എല്ലാം മാറി. അപ്പൊ ഇനി ഒരു എക്സാമ്പിൾ കാണിച്ചു കേട്ടോ. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു മിറർ ഫ്രെയിമാണ്. അതായത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ കാണും, അല്ലെങ്കിൽ നമുക്ക് മിറർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് എല്ലാ എന്താ പറയാ, അധിക പേരും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തുള്ള സംഭവമാണ്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ എങ്ങനെ വെറൈറ്റി ആക്കി കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു മൈൻഡ്. അതായത് ഇത് ഔട്ടായി വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റൂ, ഇല്ല. അപ്പൊ ഈ ഒരു സാധനത്തിനെ ഒന്ന് അപ്ഡേറ്റ് ആയി കൊണ്ടുവരണം. ഇത് ചെയ്യുന്നവർ എന്തായാലും അപ്ഡേറ്റ് ആവില്ല, ഇതിന്റെ പ്രൊഡക്ഷൻ എന്തായാലും അപ്ഡേറ്റ് ആവില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആളുകൾ അപ്ഡേറ്റ് ആക്കാൻ നോക്കുന്നതാണ്. അപ്പൊ ഞാൻ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫോട്ടോയിൽ നിന്ന് കാണാൻ പറ്റും, അതായത് രണ്ടിനും ഡിഫറൻറ്റ് കാണാൻ പറ്റും ഇല്ലേ. ഒന്ന് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സംഭവം, രണ്ടെന്താ, ഞാൻ നെറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ടാഗ് ഒക്കെ ഇട്ടിട്ട്, അതായത് ആ ടാഗാണ് അതിൽ സ്പെഷ്യൽ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് വേണ്ടത്. അതുപോലെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്യാന്ന് വെച്ചാൽ നെറ്റ് വെച്ച് റാപ്പ് ചെയ്ത് അതൊരു ടാഗ് ഇട്ട് ആ ടാഗിൽ എന്ത് വേണമല്ലോ, അതായത് ഈ ഹസ്ബൻഡ് ആ വൈഫിനെ കുറിച്ചുള്ള ഒരു കോട്ട് നമ്മൾ തയ്യാറാക്കണം. അതായത് ഈ വൈഫിനെ ഫീൽ ചെയ്യണം, അതായത് എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്, എനിക്ക് മാത്രം വേണ്ടി ഉണ്ടാക്കിയൊരു സാധനം, ആ വൈഫിനത് തോന്നണം, ഫീൽ ചെയ്യണം. അതാണ് ഒരു ക്രിയേറ്റർ കഴിവ്. അത് നമുക്ക് എന്തായാലും ഉണ്ടാവണം. എന്നാലുള്ളൂ ഈ ബിസിനസ്സിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് അദ്ദേഹം കൊണ്ടേ കൊടുക്കുമ്പോൾ വെറും ഒരു ബ്ലാങ്ക് ആയിട്ട് സാധനമല്ല, ഇത് റാപ്പ് ചെയ്ത് സെറ്റാക്കി ഒരു കവറിലേക്ക് കൊണ്ടേ കൊടുക്കുമ്പോൾ ആ ടാഗിൽ ഒരു കോട്ടും അവളുടെ പേരും കൂടി സെറ്റാക്കി വെച്ച് കൊണ്ടേ കൊടുക്കുമ്പോൾ എന്തായാലും അവൾ വെച്ചാൽ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ഞാൻ തെളിയിച്ചൊരു മനുഷ്യനാണ്. ഒരുപാട് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ വെച്ചാൽ അവർക്ക് ഫീൽ ചെയ്യണം, അത് ക്രിയേറ്റർ കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലേക്ക് വരുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് എന്തായാലും വേണം, എന്നാലും ഇത് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊക്കെ ചുമ്മാ കൊടുക്കുമ്പോൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവും. കാരണം ഈ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ വെസ്റ്റേൺ സ്റ്റൈലിലോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ എന്ന് പറയുമ്പോൾ ന്യൂ ജനറേഷൻ പിള്ളേർ, മനസ്സിലായോ? അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ എങ്ങനെയൊക്കെയാണ് ടാഗും കാര്യങ്ങളും ചെയ്യേണ്ടതെന്നൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ കാര്യം, നമുക്ക് എങ്ങനെ സെയിൽ നടത്താന്നുള്ളതാണ്. അതായത് എങ്ങനെ സെയിൽ കൂട്ടാം. ഇപ്പൊ ഒരുപാട് ഇതുപോലെ മെറ്റൽ ഫ്രെയിമും അതുപോലെ വുഡൻ ഫ്രെയിമും എല്ലാം കൊണ്ടുവന്ന് വെച്ചു, റാക്കൊക്കെ സെറ്റ് ആക്കി, നമ്മളൊരു ഷെൽഫൊക്കെ അടിച്ച് അതിന് തന്നെ ഒരു സ്പേസ് കണ്ടെത്തി ചെയ്തു. പക്ഷെ സെയിൽ നടക്കില്ല, ഒന്നും പോണില്ല, അത് അതേപോലെ ഇരിക്കുകയാണ്, പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യാന്നുള്ളൊരു അവസരം. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് ഇതിന് വേണ്ടത് ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡാണ്. ആ മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരം സാധനങ്ങൾ ഇറക്കി വെച്ചിട്ട് കാര്യമുള്ളൂ, ഇല്ല എങ്കിൽ അത് പൊടി പിടിച്ച് കിടക്കും. ഓക്കെ, അപ്പൊ അത് എനിക്ക് പറയാനുള്ളത്,
നമ്മൾ അത്ര ആളുകളോട് പറയാനുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ മേഖലയിലോട്ട് വരാതിരിക്കുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ക്രിയേറ്റീവായിട്ട് ഫ്രെയിമുകളാണ് നമുക്കിപ്പോൾ ആവശ്യം. അത് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന പരിപാടി വെച്ചാൽ ഒരു ഫ്രെയിം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫോട്ടോ ഇടുക, പരിപാടി തീർന്നു. ഇപ്പം ആ കാലഘട്ടമല്ല, ഇപ്പം അത് മാറിപ്പോയി. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളെ ഒരു സ്റ്റാഫിനെ വെക്കാം, ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരു സ്റ്റാഫിനെ വെക്കാം. പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അല്ലാതെ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു 90% പെൺകുട്ടികൾ, പെണ്ണുങ്ങളാണ്, ലേഡീസ് ആണ് ഈ ഫീൽഡിലോട്ട് വരുന്നത്. കാരണം ക്രിയേറ്റീവായിട്ട് മൈൻഡ് കൂടുതൽ ഞാൻ കാണുന്നത് അവരെയാണ്. ഒരു 10% ഒക്കെ ഉള്ളൂ ഈ ബോയ്സിനെ ഇതിൽ കാണുള്ളൂ. വേറെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വീട്ടിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. കാരണം അവർക്കൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ ഒന്ന് ചെയ്യിച്ച് നോക്കുക, എങ്ങനെയുണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ, അല്ലാതെങ്കിൽ ഇതുപോലെ പൊടി പിടിച്ച് കിടക്കും. ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മളിപ്പോ ഇത്രയും സാധനം വാങ്ങി ഇട്ടു വിചാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്യാണ്, ഇതുപോലെ സാധനം വാങ്ങി നമ്മൾ റാക്കൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഷെൽഫൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്, നമ്മളൊരു ഉൾപ്രദേശം അല്ലെങ്കിൽ ചെറിയ പ്രദേശങ്ങളൊക്കെ ആയിരിക്കാം, സ്റ്റുഡിയോ അല്ലെങ്കിൽ ഇതുപോലെ സ്പേസ് കണ്ടെത്തിണ്ടാവുക. ടൗണത്തെ കാര്യമല്ല പറയുന്നത്, ഈ ടൗണിലാണെങ്കിലും ശരി. അപ്പൊ വരുന്ന കസ്റ്റമർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാങ്ക് ആയിട്ടുള്ള ഫ്രെയിമുകൾ ഒരിക്കലും കാണാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വർക്ക് ചെയ്ത് വെച്ച് ഫ്രെയിമുകൾ വേണം അവർ കാണാനായിട്ട്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയിട്ട് ഫോളോവേഴ്സ് ഒക്കെ ഒന്നെങ്കിൽ ഫേക്ക് ആയിട്ട് കൂട്ടാം. അതല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങൾ എങ്ങനെ വെച്ചാൽ അത് ഫോളോവേഴ്സ് എപ്പോഴും നമ്മളിങ്ങനെ ഒരു വിസിറ്റ് ചെയ്ത്, നമ്മൾ പേജ് വിസിറ്റ് ചെയ്ത ഒരാൾക്ക് ഫോളോവേഴ്സ് വേണം. അത് കാണുമ്പോൾ എന്നാലേ അവരതിലോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. ഒരു കസ്റ്റമറിനോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഡെമോക്ക് വേണ്ടിയിട്ടോ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കണം. അതായത് ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് അതേപോലെ ഫോട്ടോ എടുക്കുക. അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. ആ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യാം. പ്രൊമോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ജെന്യുവിൻ ആയിട്ടുള്ള കസ്റ്റമർ വരും. ഒരു 300 എൻക്വയറീസ് നമുക്ക് വന്നിറക്കുണ്ടാവും ചിലപ്പോൾ. അത് നമ്മളെ ഇതിനനുസരിച്ചാണ്, നമ്മൾ എത്ര ആളുകളാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട കസ്റ്റമൈസ് ചെയ്താൽ അതിനനുസരിച്ച് ആഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതിനനുസരിച്ചാണ് കസ്റ്റമർ വരിക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വാട്സപ്പിലോട്ട് അത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് വരും. ഇനി നാലാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ, ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഐറ്റംസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മൈൻഡ് ഔട്ട് ആവാതെ നോക്കുക, മൈൻഡ് കൺട്രോൾ കൊണ്ടുവരിക. മൈൻഡ് ഒരാളെ കൺട്രോളും, അതായത് എന്റെ മൈൻഡ് വേറൊരാൾ കൺട്രോൾ ചെയ്യുന്ന രൂപത്തിൽ ആവരുത്. എന്ന് വെച്ചാൽ ഒരു അഫെയറോ അതായത് പ്രണയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഈ ബിസിനസ് നന്നായിട്ട് ബാധിക്കും. കാരണം വെച്ചാൽ അതിലൊക്കെ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടല്ലോ. കാരണം ഒരാൾ ഡൗൺ ആവും, ഒരാൾ ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ രണ്ടുപേരും ഡൗൺ ആവും. അങ്ങനെ അതിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നമ്മൾ ഈ വർക്കിനെ നന്നായിട്ട് ബാധിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് പേര്, ഈ പെൺകുട്ടികളൊക്കെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പൊ അവർക്ക് ഇതേപോലെ നമ്മൾ വിളിച്ചിട്ട് അറിയാം, ചേട്ടാ ഇതൊന്ന് ചെയ്യോ, വെച്ചാൽ ഒരു സുഖമില്ല, അല്ലെങ്കിൽ അത്ര വെറുതില്ല, മൈൻഡ് അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്താ പ്രശ്നം. അപ്പൊ അവരെ കാര്യങ്ങൾ പറയും. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ ബിസിനസ് പോവാണ്. കാരണം ബിസിനസ് പോകുമെന്ന് പറയാൻ കാരണം ഒന്നെങ്കിൽ അവര് അത്രയും ഓർഡർ വന്ന് നടക്കുന്നുണ്ടാവും. അപ്പൊ ആ ഓർഡർ വന്ന് നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയണം, നമ്മൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈഫിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മിക്കവാറും മാറ്റി വെക്കുന്നതായിരിക്കും നന്നാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫിനെ വെക്കുന്ന നിർബന്ധമാവും. കാരണം വെച്ചാൽ എപ്പോഴാണോ നമ്മൾ മൈൻഡ് ഔട്ട് ആവുന്നത്, കാരണം നമ്മളെ ഇതൊരു എന്താ പറയാ സെൽഫ് വർക്കാണ്. അതായത് വേറൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന സാധനം ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കാണല്ലോ. അപ്പൊ എനിക്കൊന്ന് സുഖമല്ല, ഒരു മൈൻഡിൽ ഒരു സുഖമല്ല, എനിക്കത് വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റില്ല, വേറെ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ കിട്ടണം നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അവരോട് ശ്രദ്ധിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റില്ല, മൂഡില്ല. ഇങ്ങനെ മൂഡ് പോയി കഴിഞ്ഞാൽ, മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അവിടെ തകരും. കാരണം വെച്ചാൽ ആ കസ്റ്റമറിന് ഇപ്പൊ ബർത്ത്ഡേക്ക് ആയിരിക്കും അവർ ഓർഡർ ചെയ്തത്. അപ്പൊ ഒരു കറക്റ്റ് ടൈം ഉണ്ടാവും. ആ ടൈമിന്റെ ഉള്ളവർ ഈ സാധനം ഡെലിവേർഡ് ആവണം. അതല്ലെങ്കിൽ ഇത് ഡെലിവേർഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, കസ്റ്റമർ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താവും, അത് വേറെ രീതിയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ബിസിനസ് പോകാൻ ചാൻസ് ഏറ്റവും കൂടുതൽ ഒരു ഇതായിട്ടോ. ഞാൻ എത്ര ഇമ്പോർട്ടൻ്റ് പറയാൻ കാരണം, മൈൻഡിന് നിങ്ങൾ അത്രയും പ്രാധാന്യം കൊടുക്കണം. അത് എക്സ്പീരിയൻസിന് ഇതിൽ ഞാൻ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ മൈൻഡിൽ തന്നെ നിങ്ങൾ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളാണ്. അതായത് 90% പെൺകുട്ടികളാണ് ഈ ഫീൽഡിലോട്ട് വരുന്നത്. ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നതും ചെയ്യണതും ഞാൻ കണ്ടിട്ടുള്ളത് അവരാണ്. അപ്പൊ അവര് കല്യാണം കഴിക്കാത്ത ആളുകളായിരിക്കും അധികം. അപ്പൊ അവര് ഒരു എന്താ പറയുക, പാർട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം കേട്ടോ, ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ണർ എന്താവണം, ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഇതിനോട് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇതായിട്ട് റിലേറ്റ് ആവാൻ പറ്റുന്ന ഒരാൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണർ എന്തായാലും നിങ്ങൾക്ക് എന്താ പറയാ, ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാവണം നിങ്ങളുടെ പാർട്ണർ. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ അല്ല എങ്കിൽ ഇപ്പോൾ ഈ ബിസിനസ് പറയുന്നത് ഏറ്റവും കൂടി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. നല്ലപോലെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഇതൊരു വൈബായിട്ട്, അതായത് നമ്മുടെ ഈ ഷോപ്പ്, ഈ ക്രാഫ്റ്റ് ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വൈഡ് ലെവലിൽ നമ്മൾ ഇട്ട് ഒരു ടൗണിലോ ഇവിടെയൊക്കെ പോയി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡെക്കറേഷനും കാര്യങ്ങളും അത് ആ ലെവലിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അത് വേറെ ലെവലിനായി മാറും. ഒരു സംശയമില്ല. കാരണം കപ്പിൾസിനൊക്കെ അടിച്ച് പൊളിച്ച് എന്താ പറയാ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു ക്രാഫ്റ്റ് മേഖല. നിങ്ങൾ ഒരു വെസ്റ്റേൺ സ്റ്റൈലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അവരുടെയൊക്കെ ആ ഒരു എന്താ പറയാ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് കൊണ്ടുപോകണം എന്നുള്ളത്. കറക്റ്റ് നമുക്ക് എന്താ പറയാ എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സംഭവം.
അപ്പം രണ്ടുപേരും കൂടി കോപ്പറേറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു എന്താ പറയുക അത്ര സെറ്റപ്പിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു വാം ലൈറ്റും സംഭവമൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി നിങ്ങളുടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലെവലിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പാർട്ണർ ഒരിക്കലും എതിരായി നിൽക്കാൻ പാടില്ല, ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, എന്റെ പേര് ക്രാഫ്റ്റ് എന്നാണ് എന്റെ ഷോപ്പിന്റെ പേര്, ക്രാഫ്റ്റിന്റെ പേരുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. ഒരു ബർത്ത്ഡേ, ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വെഡിങ് ഡേ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം, വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഉണ്ട്, അതുപോലെ വാട്സപ്പിന്റെ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്ക്, എന്താണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞെന്നുള്ളത്. ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ്, എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്. അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കാം. അതുപോലെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് തട്ടിന് പോകാൻ നോക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.